എല്ലാവരും വളരെ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടും കൂടി നമുക്കായിരിക്കണം. ഇന്നത്തെ ഈ ശുശ്രൂഷ കുഞ്ഞിനെ സമർപ്പിക്കുന്ന ശുശ്രൂഷയാണെങ്കിലും ഇത് ദൈവസഭയ്ക്ക് പരസ്യമായ ഒരു സമർപ്പണത്തിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. പരസ്യമായ ഒരു സമർപ്പണത്തിൻ്റെ സമയമാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ദൈവം നൽകുന്ന ദാനമാണ്, ഗിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ നന്ദി പറയാനുള്ള സന്ദർഭമാണ് ഈ സമർപ്പണത്തിൻ്റെ സമയം. ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു പബ്ലിക്കായുള്ളൊരു കമ്മിറ്റ്മെന്റ്, പരസ്യമായിട്ട് നമുക്ക് നമ്മുടെ സമർപ്പണത്തിൻ്റെ സമയം. രണ്ടാമത്, ദൈവത്തിന് നന്ദി കരയറ്റാവുന്ന ഒരു പ്രത്യേകമായ സമയം. ഇന്ന് സമർപ്പിക്കുന്ന കുഞ്ഞിന് മാത്രമല്ല, സഭ എന്ന് പറയുന്നത് കുടുംബങ്ങൾ ഒന്നുചേർന്നതാണ്. അവര് കൂടുന്ന സ്ഥലമാണ് ദൈവസഭ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം. നമുക്ക് മക്കളുണ്ട്, ചിലർക്ക് കൊച്ചുമക്കളും ഉണ്ട്, ഫാമിലി ഉണ്ട്, എക്സ്റ്റെൻഡഡ് ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്, ഈ മനോഹരമായ സന്ദർഭം. ഹല്ലേലൂയ. മാത്രമല്ല, ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവവചനത്തെ ഫോളോ ചെയ്യുവാൻ, പിന്തുടരുവാനുള്ള ഒരു തീരുമാനത്തിൻ്റെ സമയമാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം. നാലാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഈ സന്ദർഭം എന്ന് പറയുന്നത് ചില ഉത്തരവാദിത്തങ്ങൾ നാം ഏറ്റെടുക്കേണ്ട സമയമാണ്. അടുത്തതായി ഒരു കാര്യം കൂടി, ഇത് നമ്മെ കാണിക്കുന്നത് ദൈവസഭയുടെ ഉത്തരവാദിത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സന്ദർഭമാണ്. 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഇത് പരസ്യമായിട്ടുള്ളൊരു കമ്മിറ്റ്മെന്റ് ടൈമാണ്. സ്നാനമൊക്കെ അങ്ങനെയാണ്, പരസ്യമായിട്ട് കർത്താവിനെ, നമ്മുടെ വിശ്വാസത്തെ പ്രകടമാക്കുന്ന ഒരു സന്ദർഭമാണ് സ്നാനം എന്ന് പറയുന്നത് പോലെ ഈ കുഞ്ഞിനെ സമർപ്പിക്കുന്നത് ഒരു ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഞാനൊരു കത്തോലിക്കനായിരുന്നു. ഞാൻ ഒരിക്കൽ 18 വയസ്സുള്ള സമയത്ത് ഞാൻ മലയാള മനോരമ ബാലജന സഖ്യത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ കിഴക്കമ്പലത്ത് ഞാനൊരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ കടന്നുപോയി. അന്ന് അവിടുത്തെ സബ് ഇൻസ്പെക്ടറുണ്ട്, ഒരു ഭയങ്കര ഹൈറ്റുള്ള ഒരാളുണ്ട്, പള്ളിയിൽ ഒരു അച്ഛനുമുണ്ട്. അപ്പൊ അച്ഛൻ എന്നോട് ചോദിച്ചു, എവിടെ വീട്? ഞാൻ പറഞ്ഞു, മുരിങ്ങൂര വീട്. എന്താ വീട്ടും പേര്? മൂത്തേടൻ എന്ന വീട്ടും പേര്. ആഹാ, അപ്പോ നീ ജനിച്ചത് മുരിങ്ങൂരാണോ? അച്ഛൻ വളരെ പ്രായമുള്ള ആളാണ്. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ മുരിങ്ങൂര ജനിച്ചത്. ആഹാ, നീ കത്തോലിക്കനാണോ? അതേന്ന് പറഞ്ഞു. അന്ന് കത്തോലിക്കനാ. ഇപ്പൊ പറഞ്ഞു, നിനക്കിപ്പോ എത്ര വയസ്സായി? ഞാൻ 18 വയസ്സായി. ആഹാ, അപ്പൊ നിന്നെ മാമോദിസ മുക്കിയത് ഞാനായിരിക്കുമല്ലോ. ഈ അച്ഛൻ എന്നോട്. കാരണം 18 വർഷം മുമ്പ് ഈ അച്ഛനായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? മുരുകൂർ ഇടവകയിലുണ്ടായി. 8ാം ദിവസത്തിൽ, അന്ന് 8ാം ദിവസത്തിലാണ്. 8ാം ദിവസത്തിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? അവിടെ കൊണ്ടുപോയിട്ട് ഒരു തലതൊട്ടപ്പനും തലതൊട്ടമ്മയും എന്ത് ചെയ്യും? ഈ കൊച്ചിനെ മാമോദീസ മുക്കുന്ന ഒരു ചടങ്ങുണ്ട്. മുക്കൊന്നല്ല ചെയ്യുന്നത്, കുറച്ച് വെള്ളം എടുത്തുകൊണ്ട്, കൊച്ചു ചിലപ്പോൾ ഉറങ്ങിയേക്കായിരിക്കും, വെള്ളം തെളിക്കുമ്പോൾ ചിലപ്പോൾ കൊച്ചങ്ങോട് കണ്ടു തുറന്നിട്ട് ഒരു കരച്ചിലോട് കൊടുക്കും. ഇതൊക്കെയാ പതിവ്. എന്നാൽ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കുള്ളതാണ് മാമോദീസ അഥവാ സ്നാനം എന്ന് പറയുന്നത്. ബൈബിൾ അതിനെ ജ്ഞാനസ്നാനം എന്ന് പറയുന്നുണ്ട്. അത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉള്ളതല്ല, അത് തിരിച്ചറിവുള്ള, പാപിയാണെന്ന് ബോധ്യം വന്ന, പാപമോചകന് ആവശ്യമുള്ള, പാപത്തിന്റെ മറുവിലയായി സമർപ്പിക്കപ്പെട്ട രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് മാതൃകയായിട്ട് ബൈബിളിലുള്ളതാണ് കുഞ്ഞിനെ സമർപ്പിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ വിളിച്ചപ്പോ കൊച്ചിന്റെ പിതാവ് ഇവിടെയില്ല. പിതാവ് ആരെ കൊണ്ടുവരാൻ വേണ്ടി പോയി.
മാതാപിതാക്കളില്ലാണ്ട് സമർപ്പണം നടത്താൻ പറ്റില്ല. കൊച്ചിനോട് എന്ത് ചോദിച്ചാലും കൊച്ചു ചിലപ്പോ കരയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. കൊച്ചിന് ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം നൽകാൻ പറ്റും? മാതാപിതാക്കളുടെ സമർപ്പണമാ യഥാർത്ഥത്തില്. ഇതിന് കുഞ്ഞിന്റെ സമർപ്പണം എന്നല്ല വിളിക്കേണ്ടത്, ഇതിന് മാതാപിതാക്കളുടെ സമർപ്പണം അല്ലെങ്കിൽ ദൈവസഭയുടെ സമർപ്പണം എന്നാ വിളിക്കേണ്ടത്. എങ്കിലും ഈ സമയം ഞാൻ ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്ന കുഞ്ഞിന്റെ കുടുംബം, അതായത് മാതാപിതാക്കൾ ഇപ്പൊ മുന്നോട്ട് കടന്നു, കുഞ്ഞുങ്ങളെ കൊണ്ട് കടന്നു. സ്ക്രീനിൽ നമ്മുടെ ഇതിന്റെ ഓർഡർ ഉണ്ട്, ഒന്നെടുക്കാം. പ്രാരംഭമായി ഈ ഡെഡിക്കേഷൻ സംബന്ധിക്കുന്ന ഒരു ദൈവവചന സന്ദേശമാണ് പ്രാരംഭമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഉപോത്ബലകമായിട്ട് നമുക്ക് തിരുവചനമായിരിക്കുന്ന ബൈബിൾ 1 സാമുവേൽ 1-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. അവൾ അവനോട് പറഞ്ഞത്, യജമാനാണ് യഹോവയോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ പാപനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവനെന്ന യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവൾ അവിടെ യഹോവയെ നമസ്കരിച്ചു. സാമൂവേലിന്റെ പുസ്തകമും 1-ാം പുസ്തകത്തിൽ അതിന്റെ 26, 27, 28 വാക്യങ്ങളാണ് ഇന്ന് സമർപ്പണത്തോടുള്ള ബന്ധത്തിൽ ഒരാലോചനയായി ഞാൻ എടുക്കുന്നത്. നമുക്കറിയാം, ഹന്ന കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടു. ഏറെ നാളവൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അവൾ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് അവളുടെ പ്രാർത്ഥന കണ്ട് അവൾ മദ്യപിച്ചൊരു സ്ത്രീയാണോ എന്ന് പോലും, സുബോധമില്ലാത്തൊരു സ്ത്രീയാണോ എന്ന് പോലും അന്ന് ആ മഹാപുരോഹിതൻ ശങ്കിക്കുവാനിടയായി. എന്നാൽ ദൈവത്തിന്റെ വലിയതായ അനുഗ്രഹം അവളുടെ മേൽ വന്നു. ദൈവം പ്രാർത്ഥന കേട്ടു, അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു. അവൾ വന്ന് പറയുന്ന ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അവൾ അവനോട് പറഞ്ഞു, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകും. ഞാൻ ദൈവത്തോട് അന്നൊരു നേർച്ച കഴിച്ചു. ഈ ബാലനായിട്ടാ ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് സമർപ്പിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക്. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. ഇന്ന് ജീവപര്യന്തം എന്നുള്ള വാക്കൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ജീവപര്യന്തം വാക്കെന്ന് പറയുന്നത് എത്ര വർഷം? കോടതിയൊക്കെ ജീവപര്യന്തം എന്ന് പറയുന്നത് 3 ജീവപര്യന്തം വിധിച്ചു എന്നാ റെനി ജോർജ് കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ പറഞ്ഞത്. 12, 12, 12 അങ്ങനെയൊക്കെ വെച്ച്. പണ്ട് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരണം വരെയെന്നാ. പ്രൈസ് ദി ലോർഡ്. ആ അമ്മ സാമുവൽ പ്രവാചകനായി മാറിയ സാമുവലിനെ സമർപ്പിക്കുന്ന സമയത്ത് പറഞ്ഞതാ. സമർപ്പണത്തിന്റെ ബൈബിളിലെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തോട് നാം അപേക്ഷിച്ചു, ദൈവം നമ്മെ അനുഗ്രഹിച്ചു, ദൈവം തന്ന അനുഗ്രഹത്തെ ദൈവത്തിന് തിരികെ കൊടുക്കുന്നതാ സമർപ്പണം. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, അനുഗ്രഹത്തിന്റെ അധിപതിയായ, അനുഗ്രഹത്തിന്റെ ദാതാവായ, സകലത്തിന്റെയും സൃഷ്ടാവായ, പരിശുദ്ധനായ, സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവം നമുക്ക് നൽകിയതിനെ നാം ദൈവത്തിന് തിരിച്ച് സമർപ്പിക്കുന്നതാ സമർപ്പണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമർപ്പണം ഉണ്ടോ?
നമുക്ക് റോമാലേഖനം അതിന്റെ 12-ാം അധ്യായം 1-2 വാക്യത്തിൽ നമുക്കെല്ലാവർക്കുമുള്ള ഒരു സമർപ്പണത്തെക്കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. വായിക്കാം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇത് ദൈവസഭയിലുള്ള കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഏതൊരു മനുഷ്യന്റെയും സമർപ്പണത്തെക്കുറിച്ച് പറയുന്ന തിരുവചന ഭാഗമാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നിന്ന് സാമുവൽ പ്രവാചകനെ, സാമുവൽ എന്ന കുട്ടിയെ സമർപ്പിക്കുന്ന സന്ദർഭം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഈ അമ്മ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചപ്പോൾ ആ കുഞ്ഞ് കരഞ്ഞു എന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. പലരും ഹോസ്റ്റലിൽ പോയ ഹോം സിക്കാണ്, പെട്ടെന്ന് തിരിച്ചു വരണം. ആദ്യത്തെ 1 മാസമൊക്കെ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ 1 മാസമൊക്കെ 10-16 വയസ്സുള്ളവരും 17 വയസ്സുള്ളവരും ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കി കഴിഞ്ഞാൽ ആഴ്ച തോറും മാതാപിതാക്കളോടെ പോയി വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ 1 മാസം കഴിഞ്ഞ്, പിന്നെ 2 മാസം കഴിഞ്ഞ് പോയി, പിന്നെ 1 കൊല്ലം കഴിഞ്ഞ് പോയാലും കുഴപ്പമില്ലാത്ത അവസ്ഥയുണ്ടോ ഇതിനോട് രമ്യതപ്പെടാൻ. എന്നാൽ സാമുവേൽ എന്ന കുട്ടിക്ക് അതൊന്നും ഉണ്ടായില്ല. കാരണം അവന്റെ വീട്ടിലും പ്രാർത്ഥന, അവന്റെ വീട്ടിലും തിരുവചനം, അവന്റെ വീട്ടിലും ദൈവസ്നേഹം, അത് തന്നെ ആഴമേറിയ അർത്ഥത്തിൽ ആലയത്തിലായിരിക്കുമ്പോൾ അവൻ എന്തിന് ഒരു ശൂന്യതാബോധം? പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ഒരു പിതാവുണ്ടെന്ന്, സ്വർഗത്തിൽ ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന്, സ്വർഗത്തിൽ ഒരു സ്നേഹനിധി ഉണ്ടെന്ന്, സ്വർഗത്തിൽ കരുതുന്നവനുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കുട്ടിയുടെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. സമർപ്പണത്തിന്റെ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് പറയുക, ഹന്ന സാമുവേലിനെ സമർപ്പിച്ചു. ആ സാമുവേലിന്റെ പേര് കർത്താവ് ഓർത്ത് വെച്ച് സാമുവേൽ സാമുവേൽ എന്ന് വിളിക്കാനിടയിൽ അവൻ ഓടിച്ചെന്ന്, കുട്ടിയായിരിക്കണം, ഓടിച്ചെന്ന് മഹാപുരോഹിതന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ഏലിപുരോഹിതന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എന്നെ വിളിച്ചോ? ഇല്ല, ഞാൻ വിളിച്ചില്ല. വീണ്ടും വിളിച്ചു, സാമുവേൽ സാമുവേൽ. വീണ്ടും ഓടിച്ചെന്നു, എന്നെ വിളിച്ചോ? അച്ഛൻ എന്നെ വിളിച്ചോ? ഇല്ല, ഞാൻ വിളിച്ചില്ല. അപ്പോൾ ഏലിയാവിന് മനസ്സിലായി, ഏലി പുരോഹിതന് മനസ്സിലായി, ഇത് വിളിക്കുന്നത് ആരാ? ദൈവമാണ്. ദൈവം പേർ ചൊല്ലി വിളിക്കുന്നവനാ. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഇനി വിളിച്ച എന്തു പറഞ്ഞാ മതി? അടിയനിതാ. പ്രൈസ് ദി ലോർഡ്. ഈ ഹന്നയുടെ പാട്ട മറിയം പാടിയത്. ഈ ഹന്നയായിരിക്കണം എനിക്ക് തോന്നുന്നത് മറിയത്തിന്റെ ഒരു റോൾ മോഡൽ, ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും ഒരു മെന്റർ. ഹന്ന എഴുതിയ പാട്ട കാണാപ്പാടം പഠിച്ച് ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ തന്റെ ഗർഭത്തിലായിരുന്നപ്പോൾ മറിയം പാടിയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നീ പറഞ്ഞതുപോലെ എന്നിൽ ഭവിക്കട്ടെ. ഏലിപുരോഹിതൻ പറഞ്ഞു കൊടുത്തു, ഇനി അങ്ങനെ ശബ്ദം കേട്ട എന്തു പറഞ്ഞാ മതി? ഇതാ കർത്താവിന്റെ ദാസൻ, ഈ അടിയനിതാ, അങ്ങനെ പറഞ്ഞു അല്ലെ? അടിയനിതാ. ഓ പ്രൈസ് ദി ലോർഡ്. അരുളി ചെയ്താലും അടിയനിതാ കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അസാധ്യമായതിനെ നൽകിയപ്പോൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം, അതാണ് സമർപ്പണം. ഒരു കാര്യം കൂടി ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം.
എഫേസ്യ ലേഖനം പിതാക്കന്മാരെ ആ ആ ആ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. പിതാക്കന്മാരെ എന്ന് വിളിക്കുമ്പോൾ പാരന്റ്സ് എന്നുള്ള വാക്കിലാവും അമ്മയും അപ്പനെയും ഉദ്ദേശിച്ച പറയുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം. അപ്പൊ സമർപ്പണത്തിന്റെ സമയത്ത് അപ്പനും അമ്മയും ഇത് കേൾക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി എങ്ങനെയോ വളർത്തേണ്ടത്? മാതാപിതാക്കൾക്ക് വളർത്താനുള്ള ഭയങ്കര ഉത്തരവാദിത്വം ഉണ്ടെന്ന്. അപ്പൊ ഒരു ഉത്തരവാദിത്വം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇന്ന് കേവലം ജസ്റ്റ് ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് എന്നാൽ എന്തെങ്കിലും ഒരു കേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷമായിട്ട് ഇന്ന് കൈ പിന്നെയും ആള് പെട്ടെന്ന് ജോലി തിരക്കെന്ന് പറഞ്ഞ ഓടി പോകേണ്ട ആളല്ല കേട്ടോ. എന്നാ ശരി, പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ട് നീ അതൊക്കെ നോക്ക്, ഞാൻ എന്ത് ചെയ്തോളാം, ഞാനൊന്ന് ഓടി നടക്കട്ടെ എന്ന് പറയേണ്ട കാര്യമല്ല. ഇന്ന് ഇംഗ്ലീഷ് ആരാധനയിൽ കർത്താവ് ദാസൻ ഇങ്ങനെ പറഞ്ഞു, സാധാരണ സഭകളിൽ കൂടുതൽ എണ്ണം സ്ത്രീകളാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയുണ്ട്. ആന്ധ്രയില് പാണ്ഡുബാബുന്റെ അവിടെ പോയി കഴിഞ്ഞപ്പോ സഭയില് 95% സ്ത്രീകളും നിസ്സാര ആണുങ്ങളും ഉള്ളൂ. എന്താ കാരണം അറിയാമോ? അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ? സ്ത്രീകൾക്ക് ഒരു കാര്യം അറിയാം, അവർ ബലഹീന പാത്രങ്ങൾ എന്ന് ബൈബിള് പറയുന്നു. അവർക്കറിയാം കർത്താവിന് കൂടാതെ ഒരു കാര്യം നടക്കില്ല. ആണുങ്ങൾക്ക് അന്നത്തെ ദിവസം വല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താ? അവർക്ക് വിചാരിക്കും ഞാനൊന്ന് ഓടി ഉത്സാഹിച്ചാൽ ചില കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. കേരളത്തിലല്ല, കേരളത്തിന് പുറത്തുള്ള പല സ്ഥലത്തും. അതുകൊണ്ട് ഞായറാഴ്ച ആരാധന യോഗത്തിൽ കൂടുതൽ സ്ത്രീകളാണ് കേരളത്തിന് പുറത്ത്. ഞാൻ ഉത്തർപ്രദേശിലും ഞാൻ ആന്ധ്രാപ്രദേശിലും ഞാൻ കർണാടകയിലും ഞാൻ അതുപോലെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ കാണുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്ക് ഒരു കാര്യവും നടക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ചില വാക്യങ്ങൾ ഈ ഡെഡിക്കേഷനോടുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ചില വാക്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. നമുക്ക് ചില വാക്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ജോവേൽ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യമാണ് നാം പ്രാരംഭമായിട്ട് വായിക്കുന്നത്. ജോവേൽ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കും. ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും. ഞാൻ ഈ ജോവേൽ പ്രവചനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമോ 4-ാം വാക്യമോ 5-ാം വാക്യമോ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നില്ല. നല്ല വാക്യങ്ങളൊന്നും അല്ലത്. ബൈബിളിലെ എല്ലാ വാക്യങ്ങളും നല്ല വാക്യങ്ങളാ. നമുക്കത് കർത്താവിന്റെ ശിക്ഷയെക്കുറിച്ചും കർത്താവിന്റെ ചില കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾ ഓർക്കണം എന്ന് പറയുന്ന വാക്യങ്ങളാ. പക്ഷെ ഈ വാക്യം വളരെ പ്രാധാന്യം അറിയിക്കുന്നു. എന്താ ഈ വാക്യത്തിന്റെ പ്രത്യേകത? ഈ വാക്യത്തിന്റെ പ്രത്യേകത, ഇത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൈവസ്നേഹം, ദൈവം നിങ്ങൾക്ക് ചെയ്തത്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവം നിങ്ങളോട് സംസാരിച്ചത്, നിങ്ങൾ തങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ചാ ഇവിടെ പറയുന്ന, ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ചാ. മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്, തലമുറയോട് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്, കൊച്ചുമക്കളോട് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആവർത്തനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഈ ജോവൽ പ്രവചനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിന്റെ കണ്ണാൽ കണ്ടിട്ടുള്ളത്, അത്ഭുതങ്ങളാകട്ടെ, അടയാളങ്ങളാകട്ടെ, വീര്യപ്രവൃത്തികളാകട്ടെ, അനുഗ്രഹമാകട്ടെ, തകർച്ചയിൽ നിന്ന് കർത്താവ് രക്ഷിച്ചതാകട്ടെ, കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും നീ മറക്കാതെ നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും പറയണമെന്ന് ദൈവത്തിന്റെ വചനം ആവർത്തന പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുക. ആവർത്തന പുസ്തകത്തിൽ തന്നെ ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 11-ാം അധ്യായം. ആകയാൽ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴോ വഴി നടക്കുമ്പോഴോ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് പ്രൈസ് ദി ലോർഡ്. മാളയിൽ ഞാൻ ജൂതന്മാരുടെ സെമിത്തേരി കാണാൻ പോയപ്പോൾ അന്ന് ഒരു കൂട്ടം യഹൂദന്മാരെ കണ്ടു. അതിലൊരാൾക്ക് മലയാളം അറിയാം. വളരെ പണ്ട് ചെറുപ്പായി കൂടുന്നു പോയതാ. എന്നിട്ട് ആ യഹൂദൻ പറയാ, ഇപ്പൊ മലയാളമൊക്കെ മറന്നുപോയി, കുറച്ച് മലയാളം അറിയുള്ളൂ. എന്നിട്ട് ജോയ്സും ഞാനൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളോട് പറയാ, ഇതെന്റെ കെട്ടിയോളാ. പുതിയ ആൾക്കാർക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അവർ ഈ നെറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സാധനം, ഒരു തൊപ്പി പോലെ സാധനം വെച്ച് അതിലെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്കറിയാമോ, അവരുടെ സെമിത്തേരിയിൽ നമ്മുടെ മാതിരി റീത്തൊന്നുമല്ല. ആർക്കെങ്കിലും അറിയാമോ അവരെന്താ വെക്കാന്ന്? ആർക്കെങ്കിലും അറിയാമോ? അവര് വെക്കുന്നത് കല്ല. ഒരു കല്ലിൽ ദൈവവചനം കൊത്തിവെച്ച, ആ തിരുവചനം കൊത്തിവെച്ച കല്ല് കൊണ്ടുവന്ന് അവരെ സെമിത്തേരിയുടെ അവിടെ കൊണ്ടുവയ്ക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കയ്യിലൊക്കെ ചിലർ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ചില സാധനങ്ങളാണ് ചെറുപ്പക്കാരൊക്കെ കെട്ടും, പാട്ടുകാരൊക്കെ കെട്ടും. എന്താണ് പറയാ, ബാൻഡ്. യഹൂദന്മാര് കെട്ടും, ദൈവവചനം എഴുതിയിട്ട് നെറ്റിയിൽ കെട്ടും, പട്ടം പോലെ, ഇങ്ങനെ നെറ്റിപ്പട്ടം പോലെ. അതൊക്കെ ചെയ്യൂര്. അതിനടിസ്ഥാനപ്പെട്ട വാക്യമായത്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 18-19 വാക്യത്തിൽ പറയുന്നു, എന്റെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യ പട്ടമായിരിക്കും വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. ഇപ്പൊ ഈ കുഞ്ഞ്, ഇപ്പത്തെ കൊച്ചു കരയാനുണ്ട്, കൊച്ചിനിപ്പോ വിശക്കുന്നുണ്ടാവും. അതായിരിക്കാം, കൊച്ചിന് കരയാനേ പറ്റുള്ളൂ. കൊച്ചിനിപ്പോ പാല് തരാനോ എന്തെങ്കിലും വർത്താനൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല. കൊച്ചു കരയുള്ളൂ. പക്ഷെ ഈ സമയത്തും കൊച്ചിനെ ഉറക്കാൻ കിടക്കുമ്പോഴും കൊച്ചിനെ എഴുന്നേൽപ്പിക്കുമ്പോഴും കൊച്ചിനെ ഉറക്കണ സമയത്തും ഒക്കെ എന്ത് പറഞ്ഞു കൊടുക്കണം എന്നാ പറയുന്നത്? ദൈവത്തിന്റെ വചനം. ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ മക്കൾക്ക് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എന്ത് മോളെ, ഒരു കുഴപ്പമില്ല, അവൾ കരഞ്ഞോട്ടെ, ഒരു സാരമില്ല. സ്തോത്രം. 78-ാം സങ്കീർത്തനത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അടുത്തതായി വായിക്കേണ്ടത്. ദൈവത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്തത മനസ്സുള്ള തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടത് തന്നെ. എന്തിനു വേണ്ടിയാണ് ഇതെന്നാണ് ഈ വാക്യം പറയുന്നത്. ഈ 78-ാം സങ്കീർത്തനത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, അവർ വിശ്വാസമുള്ള കുട്ടികളായി വളരുവാൻ, അവർ ആശ്രയബോധമുള്ള കുട്ടികളായി വളരുവാൻ,
അവർ ദൈവവചനം മറക്കാതിരിക്കുവാൻ, അവർ കർത്താവിനെ അനുസരിക്കുവാൻ, അവർ അനുഗ്രഹമുള്ളവരാകുവാൻ, അവർ ശാഠ്യമുള്ളവരായി ചിതറിക്കപ്പെടാതിരിക്കേണ്ടതിന് നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഇതെന്നാണ് ഈ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത്രയും അനുഗ്രഹിക്കപ്പെട്ടതായ ആ സങ്കീർത്തനത്തിൽ ഇത് 78 4 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. കർത്താവായ യേശുവിന്റെ സമർപ്പണത്തെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. വായിക്കാം. അവൻ അവനെ കൈയിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ ഞാൻ ആ ദൈവത്തിനെ പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും. 22-ാം വാക്യമാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിക്കണം, കർത്താവായ യേശുവിനെ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ശുദ്ധീകരണകാലം കഴിഞ്ഞതിന് ശേഷം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. യഹൂദന്മാർക്ക് എത്ര ആലയമുണ്ട്? എത്ര പള്ളിയുണ്ട്? ഒരു സമയത്ത് 2 ഉണ്ടോ? സിനഗോഗ് എന്ന് പറയുന്നത് അവരുടെ ആലയമല്ല. അതാ മനസ്സിലാക്കേണ്ടത്. ഞാനത് ആ ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ. അതായത് ദൈവത്തിന് അങ്ങനെ ഒരു ആലയം പണിയെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ആലയം ദാവീദിന്റെ ആഗ്രഹമായിരുന്നു. അത് സാധിപ്പിക്കുകയും ചെയ്തു. ഈ ആലയത്തിലേക്ക് നോക്കിയും ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നവരുടെയും ആ പ്രാർത്ഥന കേൾക്കാമെന്ന് കർത്താവ് സമ്മതിച്ചു. എന്നാൽ ഈ സിനഗോഗ് എന്ന് പറയുന്നത് ദൈവവചനം വായിക്കുവാനും അവർക്ക് ദൈവത്തെക്കുറിച്ച് ഓർത്ത് നന്ദി പറയാനും, അവർക്ക് ചിതറിക്കപ്പെട്ടിരിക്കുന്ന ഈ ജനം, അല്ലെങ്കിൽ പല സ്ഥലത്തുള്ള ജനം, സിനഗോഗ് മട്ടാഞ്ചേരിയിലുണ്ട്, സിനഗോഗ് പറവൂരുണ്ട്, സിനഗോഗ് കൊടുങ്ങല്ലൂരുണ്ട്, സിനഗോഗ് പല സ്ഥലങ്ങളിലുമുണ്ട്, അമേരിക്കയിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട് സിനഗോഗ്. യഹൂദന്മാർ കൂടുതലുള്ള സ്ഥലത്ത് അവർക്കൊരു കൂടി വന്ന് തിരുവഴുത്തുകളെ ധ്യാനിക്കാനും ഒരു റബ്ബി പ്രസംഗിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ആലയം ഒന്നേ ഉള്ളൂ. കേട്ടോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഈ ആലയം വന്നുള്ളപ്പോൾ ഈ ആലയത്തിലേക്കാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് പോണത്. അവരെന്തോരം വലിയ പണക്കാരാണെന്ന് ചിന്തിക്കാൻ അതിലുള്ള മറുപടി മാത്രം മതി. ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു. ആ സ്ത്രീ ഇങ്ങനെ കൊന്ത ഉരുട്ടിക്കൊണ്ടിരിക്കുക. ഈ കൊന്തയില് കൊന്ത പലവട്ടം ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കാര്യസാധ്യമുണ്ടെന്ന് പറയുന്നവരാ പലരും. ഞാനൊരു ദിവസം 60ഓളം കൊന്ത ചൊല്ലിയിരുന്ന ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന ഒരു ഗോവക്കാരനെ ചാലക്കുടി പുഴയിൽ സ്നാനപ്പെടുത്താനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കൊന്ത ഉരുട്ടുന്നവർ ചെയ്യുന്ന കാര്യം എന്നറിയാം? നന്മ നിറഞ്ഞ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത്. ഈ പ്രാർത്ഥന തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അനേക തെറ്റുകൾ അതുണ്ട്. അതിലൊന്ന്, നന്മ നിറഞ്ഞ മറിയം. അങ്ങനൊരു വാക്ക് ബൈബിളിൽ ഇല്ല. ബൈബിളിലുള്ളത് കൃപ നിറഞ്ഞവളെ എന്ന. ആർക്കാണ് കൃപ ലഭിക്കുക? അർഹിക്കാത്ത സ്ഥലത്ത് ദൈവത്തിന്റെ കൃപ അനസ്യൂതമായിട്ട് പ്രവഹിക്കുക. നന്മ ചെയ്യാൻ, ഓർഫനേജ് വിസിറ്റ് ചെയ്യാൻ, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും മറിയത്തിനുണ്ടായിരുന്നു. മറിയത്തിനുണ്ടായത് എളിമയുള്ള ഒരു ശുദ്ധ ഹൃദയമാണ്. അവൾക്കുണ്ടായത് ആരോഗ്യമായിരുന്നു. അവൾ പോയി എലിസബത്തിനെ, ഹല്ലേലൂയ, പോയി ചെന്ന് അവളുടെ അമ്മായിയായ എലിസബത്തിനെ ശുശ്രൂഷിച്ചു എന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൾക്ക് സമർപ്പിക്കുവാനുണ്ടായത്, അർപ്പിക്കാനുണ്ടായത് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാവും കുഞ്ഞുങ്ങളെയോ മാത്രം. അത്രയും പാവപ്പെട്ടവളായിരുന്നു. അത്രയും പാവപ്പെട്ടവളായിരുന്നു മറിയം. അത്രയും പാവപ്പെട്ടവനായിരുന്നു മരപ്പണിക്കാരനായ ജോസഫ്. ഹല്ലേലൂയ. വലിയ സ്വാധീനമൊന്നുമില്ലാത്തവര്. അതുകൊണ്ടാണല്ലോ പ്രസവിക്കാൻ സമയമായപ്പോൾ വഴിയരികിലെവിടെയോ പ്രസവിച്ചിട്ട് ശീലകളിൽ പൊതിഞ്ഞ് ചെന്നിട്ട് സ്ഥലം അന്വേഷിച്ചപ്പോൾ ഒരിടത്തും കിട്ടാതെ ഒരു മനസ്സലിവുള്ള ഒരു സത്രക്കാരൻ, ഞങ്ങളുടെ ആ പശുവിനെ കിട്ടുന്ന സ്ഥലത്ത് വേണമെങ്കിൽ കിടത്തിക്കോ എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ.
സ്തോത്രം. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്നറിയാമോ? ഇവിടെ അർപ്പിക്കാനായിട്ട് ആലയത്തിലേക്ക് കൊണ്ടുപോയി എന്നാ നമ്മൾ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ആ കണ്ടോ, ശിശുക്കളെ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ഇത് കർത്താവ് കുറച്ചും കൂടി ആ പരസ്യ ശുശ്രൂഷ ചെയ്യുന്ന സന്ദർഭത്തിലുള്ള ഒരു സന്ദർഭത്തെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയതാണ്. യേശുവിന്റെ അടുത്തേക്ക് കുറെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കുറച്ചു പേര് വന്നു. അപ്പോഴോ അയ്യോ, ശിഷ്യന്മാരെങ്ങനെയാ? കാരണം ഇതൊക്കെ വലിയ ആൾക്കാർക്കുള്ളതാ. കൊച്ചുകുട്ടി കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ സ്വാതന്ത്ര്യമൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് കുഞ്ഞുകുട്ടികളെ കുറിച്ചല്ല. ചില വലിയ ആൾക്കാരൊക്കെ തനി കുഞ്ഞുകുട്ടിയുടെ സ്വഭാവത്തിൽ നടക്കണ, വചനവും പഠിക്കില്ല, വിശ്വാസത്തിൽ വളരൂല്ല, ഞായറാഴ്ച മാത്രം വരും, ബൈബിളിലെ കാര്യങ്ങൾ പറഞ്ഞുകൂടാ, ദൈവവും ഇല്ല, ഒന്നുമില്ലാതെ പെരുമാറും ചെയ്യും. അവർക്ക് കൊച്ചുകുട്ടികളാ. അവരൊന്നും ഒരു കാര്യം ഏൽപ്പിക്കാനും പറ്റില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഇവിടെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ യേശു എന്താ പറഞ്ഞത്? അവര് ശാസിച്ചത് കണ്ട് യേശുവിന് അത്ര ഇഷ്ടായില്ല, മുഷിഞ്ഞു. അവരോട് ശിശുക്കളെ എന്റെ അടുക്കൽ വരുവൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടാകുന്നു. ശിശു എന്ന പോലെ കൈക്കൊള്ളാത്ത ആരും കർത്താവ് സത്യമായിട്ട് പറയാം. ഇപ്പൊ ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോണ കുഞ്ഞു കൊച്ച് അമ്മയുടെ അടുത്ത് എങ്ങനെ കിടക്കണം, അതുപോലെ നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന ഈ കർത്താവ് പറഞ്ഞു. അപ്പൊ കർത്താവിന് ഇവരെ അനുഗ്രഹിക്കാൻ തയ്യാറാ. കർത്താവിന് ആരെ അനുഗ്രഹിക്കാൻ തയ്യാറാ? കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറാ. അതുകൊണ്ട് സമർപ്പണം എന്ന് പറയുന്നത് അതിനനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്യമാണ്. 127 സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ അവയെ കൊണ്ട് തന്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ച് പോകയില്ല. ഹല്ലേലൂയ. 127 സങ്കീർത്തനത്തിന് 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സമർപ്പിച്ചാൽ എന്ത് ഗുണമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കും. കുഞ്ഞിനെ മാത്രമല്ല സമർപ്പിക്കേണ്ടത്, മാതാപിതാക്കളെ സമർപ്പിക്കണം, നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കണം ദൈവകരങ്ങളിൽ. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തേക്ക് വരാം. ഇനി ഇതിനു മുമ്പ് ഞാൻ ഇവർക്ക് ഒരു ചെറിയൊരു അവസരം കൊടുക്കുക. 2 മിനിറ്റ് വെച്ച് ഇവർക്ക് 2 പേർക്കും ഒരു അവസരം കൊടുക്കുക. അതായത് ഇവർക്ക് എന്തെങ്കിലും ഒരു സാക്ഷ്യം ഇപ്പൊ പറയണമെങ്കിൽ പറയാം. മൈക്ക് 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 ഇല്ല പാടില്ല. വഴക്കുറി ഫാസ്റ്റ് വഴക്കുറി. വേണ്ട എന്നൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് തോന്നിയത്. ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. മാനസികമായിട്ടൊട്ടും ഒട്ടും ഞാൻ അഡ്ജസ്റ്റ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് മോള് കൺസീവ് ആണെന്ന് കാര്യങ്ങളൊക്കെ. അപ്പൊ ശരിക്കും അവരെ തീർന്നിട്ട് ഒരുപാട് എന്തിനാണ് എനിക്ക് അടുത്തത് അവരെ ഒരുപാട് ഞാനങ്ങനെ തീർന്നിട്ട് അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഒരു ശരിക്കും പറയാൻ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് ഞാൻ എന്റെ ഡെലിവറി വരെ തന്നെ എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാനത് ഓർത്തത്. പിന്നെ ഇവിടെ ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറില്ലാതെ എന്റെ ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ അവള് ഒരു സെന്ററിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവള് പറഞ്ഞു അവിടെ കുറെ വർഷങ്ങളായിട്ട്
കുറെ പൈസ ചെലവാക്കി ഭക്ഷണങ്ങൾ വരുന്നവരുണ്ട്. ദൈവം തന്ന ധാരാളങ്ങൾ. പിന്നീടാണ് എനിക്ക് ആ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത്. ഒരുപാട് വിഷമത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ദൈവം ഉണർന്നില്ലാത്തൊരു കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ദൈവത്തിന്റെ നാമമായിട്ട് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഞാനങ്ങനെ സംസാരിക്കാറില്ല. അടുത്തത്, ഈ സമർപ്പണത്തിന് മുന്നോടിയായിട്ട് എനിക്ക് രണ്ടു കൂട്ടരോട് ചോദിക്കാനുണ്ട്. ഒന്ന്, മാതാപിതാക്കളായ ഇവരോട് രണ്ടുപേരോട്, പിന്നെ കൂടി വന്നിരിക്കുന്ന ദൈവസഭയോട്. ഇങ്ങനെയൊക്കെ ഡെഡിക്കേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. കൊച്ചിനെ അങ്ങോട്ട് മേടിച്ച് കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് അവസാനിപ്പിച്ചുകൂടെ പാസ്റ്ററെ എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കൃത്യതയോടുകൂടി ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആദ്യത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റും. കണ്ടോ, ഈ കുഞ്ഞിനും ഇതുപോലെ സമർപ്പണത്തിന്റെ ആഗ്രഹം ഉണ്ടെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവിക ജീവിതത്തിന്റെ മാതൃകയിലൂടെ നിങ്ങൾ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. കേട്ടോ ഞാൻ പറഞ്ഞത്? ഒരാൾ വായിച്ചത് ആ ആ ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. ആ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ ദൈവവചനത്തിന് അനുസൃതമായ ജീവിതം നയിക്കാൻ. ഈ ഒരു ചോദ്യം ഇന്ന് ഞാൻ പുലർച്ചെ ഇന്ന് ടൈപ്പ് ചെയ്തതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതനുസരിച്ച് ദൈവവചനത്തിന് അനുസൃതമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ജീവൻ നയിച്ച് കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഉറക്കെ പറയണം. ഇതിലും കൂടി കേൾക്കണം. അതുകൊണ്ടാ. യെസ്. അടുത്ത ചോദ്യം. കണ്ടോ, രണ്ടുപേരും പിടിച്ചിട്ടുണ്ട് കൊച്ചുങ്ങളെ. ശരിയല്ലേ? ഓക്കെ. ആ ആ കണ്ടോ, ദൈവിക ജീവൻ ദൈവം നൽകിയിട്ടുണ്ട്. ആ ഈ സമ്മാനം നിങ്ങൾ സംരക്ഷിക്കുകയും. ആ ഇതൊരു ചോദ്യമാ. ദൈവമാണ് സംരക്ഷകൻ, ദൈവമാണ് പരിപാലകൻ. ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഈ ചോദ്യം വരുന്നത്. കാരണം ദൈവം ഈ ഭൂമിയിൽ വെച്ച് മക്കളെ നോക്കുവാനും പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കർത്തവ്യം നിങ്ങൾ ചെയ്യുമോ? രണ്ടുപേരും ചെയ്യുമെന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരട്ടെ. ആ വളർച്ച എന്ന് പറയുന്നത് ഓക്കെ. ആ ആ ആ ആ ആ ആ ഇതാണ് ചോദ്യം. മക്കളെ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഏലി പുരോഹിതൻ കഴുത്തൊടിഞ്ഞു മരിക്കാനിടയായി. ശരിയല്ലേ? വായിച്ചിട്ടില്ലേ? എന്താ അതിന്റെ കാരണം? അമർച്ചയായി ശാസിച്ച് തിരുത്താത്തത് കൊണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മക്കൾ വീണു പോകുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കുണ്ട്? മാതാപിതാക്കൾക്കുണ്ട്. അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരുക്കമാണോ? സ്വീകരിക്കുന്നുവോ? ഉറക്കെ പറയണം. സ്വീകരിക്കുന്നു. അവർ സ്വീകരിക്കുന്നു. അടുത്തത് ആ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ശ്രദ്ധയോടെ കുട്ടികളെ പഠിപ്പിക്കണം. മാതാപിതാക്കളെ നിങ്ങളുടെ കുട്ടികളെ ക്രിസ്തുവിന്റെ വഴികൾ പഠിപ്പിക്കാൻ
കണ്ടോ? അപ്പൊ ഇവരുടെ സമർപ്പണത്തിന്റെ സമയമല്ലേ? ഇവരുടെ സമർപ്പണത്തോടുകൂടി നമ്മളും സമർപ്പിക്കപ്പെടണ്ടേ? നമ്മുടെ മക്കളെ ഓർത്തുകൊണ്ട് വേണോ? അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, കുട്ടികളെ ക്രിസ്തുവിന്റെ വഴികൾ പഠിപ്പിക്കാൻ നിങ്ങൾ സ്വയം സമർപ്പിക്കുമോ? കേട്ടോ, ഇവര് രണ്ടുപേരും, ഇവളുടെ പേരെന്താ? ആൽവിയ. ആൽവിയ. ആൽവിയെയും ഈ കുഞ്ഞിനെയും നോക്കുമോ എന്നാണ് ചോദ്യം. കേട്ടോ, പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു. അവര് സമർപ്പിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ ഹൃദയത്തിൽ സമർപ്പിക്കണമേ. ഹല്ലേലൂയ. അടുത്തത് ആരാധന, ആ സുവിശേഷ വിപുലീകരണം, ആ ശിക്ഷത്വ പരിശീലനം, ഉം വിശ്വസ്തമായ സേവനം, ആ സൺഡേ സ്കൂൾ ഉം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആ മാതാപിതാക്കളെ, ആ നിങ്ങളുടെ കുട്ടികളെ ആ ദൈവ കേന്ദ്രീകൃത ആരാധനയിൽ ആ ഉൾപ്പെടുത്താൻ നിങ്ങൾ സ്വയം സമർപ്പിക്കുമോ? ആ സുവിശേഷം എങ്ങനെ പങ്കുവയ്ക്കാമെന്നോ ആ അത് എങ്ങനെ ചെയ്യാമെന്നോ നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കുമോ? ഇതൊരു വലിയ ചോദ്യമാ, മാതാപിതാക്കൾക്കുള്ള ചോദ്യമാ. സഭയിൽ ആരാധനയുണ്ട്, സൺഡേ സ്കൂളുണ്ട്, EBS ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്. അതിലൊക്കെ എന്റെ മോണ്ട, അത് വേണ്ട, അവന് ഇഷ്ടമുള്ള, അവന് ട്യൂഷൻ ഉണ്ട്, അവൻ അതുണ്ട്, അവൻ ഇതുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു വിടുമോ? അതോ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ എന്ന ചോദ്യം. നിങ്ങൾക്കതിനൊരു സമർപ്പണം ഉണ്ടാവോ കുട്ടികൾക്ക് വേണ്ടി? കാരണം സഭ എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ ഇതാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പാസ്റ്റർ അവിടെ ഉണ്ടാവും, സുവിശേഷകരുണ്ടാവും, ഇടയന്മാരുണ്ടാവും, ബൈബിൾ ക്ലാസ് എടുക്കുന്നവരുണ്ടാവും, മാതാപിതാക്കളുണ്ടാവും, അമ്മമാരുണ്ടാവും, ഡിക്കന്മാരുണ്ടാവും, ഇവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് പറയുമ്പോഴും ഇതൊക്കെ ചെയ്യുമോ? അതനുസരിച്ച് അതിന് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്ന ചോദ്യം. മനസ്സുണ്ടാകുമെന്ന് അവർ പറഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത്. ഇത് ഇവരോടുള്ള ചോദ്യം തീർന്നു. ഇവരോടുള്ള ചോദ്യം തീർന്നു. ഇനി സഭയോടുള്ള ചോദ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരാൾ വായിച്ചവർക്ക്, സഭാ കുടുംബമേ, ഒറ്റയ്ക്ക് നടക്കാൻ ദൈവം മാതാപിതാക്കളെ വിളിക്കുന്നില്ല. തങ്ങളുടെ കുട്ടികൾ ജ്ഞാനത്തിലും ഉയരത്തിലും ദൈവത്തിന്റെയും മറ്റാളുകളുടെയും പ്രീതിയിൽ വളരുമ്പോൾ അവരെ നയിക്കാനുള്ള പ്രതിബദ്ധത നിലനിർത്താൻ ഈ മാതാപിതാക്കളെ നിങ്ങൾ സഹായിക്കുമോ? കേട്ടോ, ഇവര് പറയാണ് ഞങ്ങൾക്ക് ഇതിനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അത്രത്തോളം ഇല്ല. നിങ്ങളൊന്ന് ഞങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കോ, ഒന്ന് വചനം പറഞ്ഞു കൊടുക്കോ, ഒരു സംശയം തീർത്തു തരാമോ, ഒരു കാര്യത്തിന് ചെയ്യാമോ, ഞങ്ങളെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാമോ, അങ്ങനെയൊക്കെ ചോദിക്കുമോ? അതെന്താ, ഞങ്ങൾ വരാം, ഞങ്ങൾ തയ്യാറാ, സഭയായിട്ട് ഞങ്ങൾ അതിന് ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം. സഭ എന്ത് പറയുന്നു? പ്രൈസ് ദി ലോർഡ്. അടുത്തത് സൺഡേ സ്കൂൾ, ആ EBS, ആ കുട്ടികളുടെ ആത്മീയ കാര്യങ്ങളുടെ വളർച്ചയിൽ ആ സന്നദ്ധ സേവനം, ആ ചെയ്തും കുട്ടികളുടെ യുവജന പ്രവർത്തനങ്ങളിലും കുട്ടികളുടെയും യുവജന പ്രവർത്തനങ്ങളിലും പഠിപ്പിച്ചും ആ സഹായിച്ചും ആ സഭയിലെ കുടുംബങ്ങളെയും കുട്ടികളെയും സന്തോഷത്തോടെ സേവിക്കുമോ? ഈ ചോദ്യം ആർക്കാ? നമുക്കാണോ? നിങ്ങൾ തയ്യാറാവോന്നോ ചോദിക്കുന്നത്? അയ്യോ ഞങ്ങൾക്ക് അത്ര ഇതൊന്നുമില്ല, ഞങ്ങള് ആ ടെക്നോളജിയെ പഠിച്ചിട്ടുള്ളൂ, ഇതാ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറ്റോ? നമ്മുടെ സഹകരണം നമ്മുടെ ഇതും വേണം. ഈ സമർപ്പണത്തോടൊപ്പം നമ്മുടെ സമർപ്പണവും വേണം. ഹല്ലേലൂയ. അപ്പൊ സഭ എന്തു പറയുന്നു? ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ചോദ്യം. സഭാ കുടുംബമേ, ഈ കുട്ടികൾക്ക് പിന്തുടരാനുള്ള ദൈവിക മാതൃകകൾ നിങ്ങൾ നൽകുമോ? ഇതൊരു വലിയ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. സഭയുള്ള ഒരു സാക്ഷ്യമില്ലാതെ മുന്നോട്ട് പോയാൽ, സഭമര്യാദയായി ജീവിച്ചാൽ, ചില ആൾക്കാർ ആളങ്ങനെയല്ലേ, ആളങ്ങനെയല്ലേ, ഈ ആളിങ്ങനെയല്ലേ, ഈ സ്ത്രീ അങ്ങനെയല്ലേ, ആ പുരുഷൻ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച് നമ്മുടെ കുട്ടികള് വഴിതെറ്റാൻ സാധ്യതയില്ലേ? അതുകൊണ്ട് ചോദ്യമാണ്, സഭാ കുടുംബമേ, ഈ കുട്ടികൾക്ക് പിന്തുടരാനുള്ള ദൈവിക മാതൃകകളും നിങ്ങൾ നൽകുമോ? എന്തു പറയുന്നു? നൽകും. ഒന്ന് ഉറക്കെ പറഞ്ഞെല്ലാവരും. നിങ്ങളുടെ വാക്കുകളൊക്കെ കർത്താവ് കേൾക്കുന്നുണ്ട് കേട്ടോ. വെറുതെ പറയുന്നു, ഇത് വെറുതെ ഒന്നും എഴുതി വെച്ചാണ് കാര്യമല്ല. നൽകുമെന്ന് പറയുന്നത് നൽകാണ്ടിരുന്ന കർത്താവ് ചോദിക്കുന്നു. രണ്ട് കാര്യങ്ങൾ. ഞാൻ മാത്രം ഫാസ്റ്റായിട്ട് ഇപ്പുറത്ത് നിന്നുകൊണ്ട് എല്ലാ കുന്തവും എന്റെ മേലേക്ക് വരണ്ട കേട്ടോ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏൽപ്പിക്കാനുള്ളത് പരമ ഏൽപ്പിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത്. ദൈവം അവർക്ക് നൽകിയ ജീവിതത്തിന്റെ വിലയേറിയ സമ്മാനങ്ങൾ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും നിങ്ങൾ അവരെ
സഹായിക്കുമോ? അതിന്റെ അർത്ഥം എന്താ? കുറച്ച് സാഹിത്യ ഭാഷയിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുമെന്നോ ചോദിക്കണേ. നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. കേട്ടോ, സഭയ്ക്ക് എന്ത് ഉത്തരവുണ്ട്? ഞങ്ങൾ ചെയ്യാം. അടുത്തത് മാത്യു. ഇനിയാണ് കുഞ്ഞിനെ സമർപ്പിച്ചവർ. അതിനു മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. സാധാരണ സമർപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ പേരുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇന്നത്തെ ഡേറ്റിൽ കൊടുക്കും. അത് അടുത്ത ഞായറാഴ്ച തരാം. കൃത്യമായിട്ടൊരു പേര് അനൗൺസ് ചെയ്യാൻ പോണ സമയമാണ് കേട്ടോ. അപ്പൊ അവിടെ കുഞ്ഞിനെ എന്റെ കയ്യിലൊന്നും തന്ന ഞാൻ ഇവർക്ക് ദൈവം അവകാശമായിട്ടും സമ്മാനമായിട്ടും അനുഗ്രഹവുമായിട്ടും നൽകിയ ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഞാൻ ചോദിക്കാൻ പോവുകയാണ്, ഈ കുഞ്ഞിന് എന്ത് പേരിടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉറക്കെ പറഞ്ഞ്. അബിയ സ്റ്റാജോ എന്നാണ് പേരിടാൻ പോകുന്നത്. അപ്പൊ എന്റെ കയ്യിലേക്ക് ഈ കുഞ്ഞിനെ സമർപ്പിക്കുന്ന ഈ ദിവസം അവരിടുന്ന പേര് അബിയ സ്റ്റാജോ എന്നാണ്. പേരിന് വലിയ കാര്യമുണ്ട്. കർത്താവായ യേശുവിനെ യേശു എന്ന് പേർ വിളിക്കണമെന്ന് അപ്പനോട് ആര് പറഞ്ഞു? സ്വർഗത്തിൽ നിന്ന് വന്നു. കണ്ടോ? അപ്പോ നമ്മുടെ പേരുകൾ സ്വർഗത്തിലെ ദൈവം, നമ്മൾ പേര് പറയുമ്പോൾ കർത്താവ് ആ പേര് മാനിച്ചുകൊണ്ട് സ്വർഗത്തിലെ പുസ്തകത്തിൽ എഴുതിയേക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ കുഞ്ഞിന്റെ പേരെന്താ? അബിയ സ്റ്റാജോ. ഈ അബിയോ സ്റ്റാജോയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ പോവുകയാണ്. ഞാനല്ല സമർപ്പിക്കുന്നത് നമ്മുടെ സാംകുട്ടി പാസ്റ്ററാണ്. അതായത് സ്റ്റാജോയുടെ പിതാവാണ് സമർപ്പിക്കുന്നത്. ഇപ്പോൾ കർത്താവിന്റെ ദാസനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുക. ഈ സന്ദർഭത്തിൽ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, സ്വർഗീയത്തിലുള്ള ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അവർക്ക് കൊടുത്ത കുഞ്ഞിനെ കർത്താവെ തിരുമേനിയുടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അനേകർ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുമ്പോൾ അവർക്ക് ജീവിതത്തിൽ കൊടുത്ത നല്ല നന്മയ്ക്കായി സ്തോത്രം. കർത്താവെ, ഈ കുഞ്ഞു മുഖാന്തരം ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, സഭ അനുഗ്രഹിക്കപ്പെടുവാൻ, സമൂഹത്തിന് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈതൽ വളരും തോറും ജ്ഞാനത്തിൽ വളർന്നു എന്ന് വചനം വായിക്കുന്നത് പോലെ ദൈവിക ജ്ഞാനത്താലും അനുഗ്രഹത്താലും വളരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യാതൊരു രോഗ കർത്താവെ ഉണ്ടാകാതെ, ബാലാരിഷ്ടത കാണാതെ കുഞ്ഞിനെ ദൈവം മറയ്ക്കുമാറാകണമെന്ന് ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞിനെ ഭംഗിയായി വളർത്തുവാൻ, ദൈവകൃപയിൽ വളർത്തുവാൻ അപ്പനും അമ്മയ്ക്കും ദൈവത്തിന്റെ വൻകൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു മുഖാന്തരം അവരുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാ എല്ലാ തിരുമക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളെ അബിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു സഭയ്ക്ക് അനുഗ്രഹമാകട്ടെ, കുടുംബത്തിന് അനുഗ്രഹമാകട്ടെ, സകല നന്മകളാലും ദൈവം നിറയ്ക്കണമേ. കർത്താവേ, വരും തലമുറയ്ക്കുള്ള അനുഗ്രഹപാത്രമായി തീരട്ടെ. കർത്താവേ, എല്ലാ നന്മകളാലും നിറയ്ക്കുമല്ലോ, എല്ലാ കൃപയാലും നിറയ്ക്കുമല്ലോ. അവരുടെ അപ്പനെയും അമ്മയെയും അനുഗ്രഹിക്കണം, ദൈവിക നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പൊന്നു പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ.